ആശങ്കയുണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് തൊട്ടടുത്ത വേങ്ങൂരിൽ നിന്നും വരുന്നത്. അവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ മഞ്ഞപ്പിത്തം പടരുന്നത് എന്നതിനെക്കുറിച്ച് അലി അക്ബർ ഷാ അന്വേഷിച്ചു. വേങ്ങൂർ പഞ്ചായത്തിലെ മഞ്ഞപ്പിത്ത വ്യാപനത്തിൽ പ്രധാന കാരണം കാലപ്പഴക്കം മൂലം വാട്ടർ അതോറിറ്റി പൈപ്പുകളിലുണ്ടായ ചോർച്ചയാണ്. സൂപ്പർ ക്ലോറിനേഷൻ പുരോഗമിക്കുമ്പോഴും രോഗവ്യാപനം തുടരുന്നത് പൈപ്പുകളിലെ വിള്ളലുകളിലൂടെ മലിനജലം കയറുന്നത് മൂലമാണ്. അനാസ്ഥ പലയാവർത്തി ചൂണ്ടിക്കാണിച്ചതാണ്. പക്ഷേ വാട്ടർ അതോറിറ്റിക്ക് അനക്കമില്ല. സൂപ്പർ ക്ലോറിനേഷനും കുളം വൃത്തിയാക്കലുമെല്ലാം പുരോഗമിക്കുമ്പോഴും വേങ്ങൂർ പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുകയാണ്. ഒരു മാസം പിന്നിട്ടിട്ടും രോഗവ്യാപനം നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല. വേങ്ങൂർ പഞ്ചായത്തിലെ കുടിവെള്ള വിതരണ പൈപ്പുകൾ സ്ഥാപിച്ചത് 1976-ൽ. 46 വർഷം പഴക്കമുള്ള ഇതേ പൈപ്പുകളിലൂടെയാണ് പഞ്ചായത്തിലെ വീടുകളിൽ ഇന്നും വെള്ളമെത്തുന്നത്. മണ്ണിനടിയിലൂടെ പോകുന്ന പൈപ്പിൽ കാലപ്പഴക്കം മൂലം പലയിടത്തും വിള്ളലുകൾ വീണു. ഇതുവഴി മലിനജലം കയറും. പഞ്ചായത്തിലെ വീടുകളിൽ എത്തുന്നത് മാലിന്യം കലർന്ന വെള്ളം. പലയാവർത്തി പരാതി ഉയർന്നിട്ടും പരിഹാരം കാണാൻ വാട്ടർ അതോറിറ്റി തയ്യാറായില്ല. മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ച സാഹചര്യത്തിലും വാട്ടർ അതോറിറ്റി കാണിക്കുന്നത് ഗുരുതര അനാസ്ഥയെന്ന് വേങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശില്പ. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മുടെ മണ്ണിനടിയിലൂടെയൊക്കെ പോകുന്നു. കുറേയൊക്കെ അല്ലാണ്ട് പൊങ്ങിയൊക്കെ നിൽക്കുന്നതാണ്. ഒരു ഭാരമേറിയ വാഹനം വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് പൊട്ടും. പിന്നെ നന്നാക്കണമെങ്കിൽ ഒരു മാസത്തോളം താമസമുണ്ട്. ഇപ്പോൾ ഇവിടെ പല സ്ഥലങ്ങളിലും ഇതായിട്ട് തന്നെ ഒരുപാട് ഈ അസുഖം വരുന്നതിന് മുന്നേ തന്നെ ഒരു 2 ആഴ്ച കൂടുതലൊക്കെ ഒരു സ്ഥലത്ത് പൈപ്പ് പൊട്ടിയിട്ട് അവരത് കുഴി എടുത്തിട്ട് അതിൽ തന്നെ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. വേങ്ങൂരിലെ വാട്ടർ അതോറിറ്റിയുടെ വെള്ളത്തിൽ നിന്ന് മഞ്ഞപ്പിത്തം ബാധിച്ച് 3 പേരാണ് മരിച്ചത്. വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ ചൂണ്ടിക്കാട്ടി പ്രദേശവാസികളും ആരോഗ്യവകുപ്പും രംഗത്തെത്തി. MLA എൽദോസ് കുന്നപ്പള്ളി മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും പരാതി നൽകി. എന്നിട്ടും വാട്ടർ അതോറിറ്റിക്ക് മാത്രം കുലുക്കമില്ല. കാലപ്പഴക്കം മൂലം വാട്ടർ അതോറിറ്റി പൈപ്പുകളിൽ വന്ന വിള്ളലുകളും ചോർച്ചയും വേങ്ങൂരിലെ മഞ്ഞപ്പിത്ത വ്യാപനത്തിൽ പ്രധാന കാരണങ്ങളിലൊന്നാണ്. ഈ ഗുരുതര അനാസ്ഥയ്ക്ക് അധികൃതർ മറുപടി പറഞ്ഞേ മതിയാകൂ. വീഡിയോ ജേർണലിസ്റ്റ് CP വിജീഷിനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി. അലി അക്ബർ ഷാ വീണ്ടും എത്തുന്നു നമുക്കൊപ്പം. അലി അക്ബർ ഷാ, നമ്മൾ നേരത്തെ ഈ മഞ്ഞപ്പിത്തത്തെക്കുറിച്ചൊന്ന് സംസാരിച്ചതാണ്. പക്ഷേ അതിന്റെ കാരണം കണ്ടെത്തുന്ന തരത്തിൽ അലിയുടെ ഈ റിപ്പോർട്ട് കണ്ടപ്പോഴാണ് ഞാൻ ഓർത്തത്, ഒരേ ജലസ്രോതസ്സിൽ നിന്നാണ് ആ ചുറ്റുവട്ടത്ത് മുഴുവൻ രോഗം പടരുന്നതെന്ന് കണ്ടെത്താൻ തന്നെ എടുത്തത് 1 മാസമാണ്. ഇപ്പോൾ ഈ ചോർച്ച അത് കണ്ടെത്തിയിട്ടുണ്ടോ? മലിനജലം ഇങ്ങനെ ഈ വെള്ളത്തിൽ കലരുന്നുണ്ട് എന്നതൊക്കെ ഇവർ മനസ്സിലാക്കുന്നുണ്ടോ? അതോ കൂടുതൽ പേർക്ക് മഞ്ഞപ്പിത്തം പിടിപെടട്ടെ എന്ന് കരുതിയുള്ള ഒരു നിസ്സംഗമായ ഒരു അവസ്ഥയാണോ ഈ അധികൃതരിലേക്കൊക്കെ ഈ വിവരം എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? സുജയ, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഇതുവരെയും വാട്ടർ അതോറിറ്റിക്കെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപം ഉണ്ടായിരുന്നു പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും നാട്ടുകാരുടെ ഭാഗത്തുനിന്നും. അത് ക്ലോറിനേഷൻ കൃത്യമായി നടക്കുന്നില്ല എന്ന കാര്യത്തിലായിരുന്നു. അതാണ് ഇത്തരത്തിൽ മഞ്ഞപ്പിത്തം വ്യാപിക്കാൻ കാരണമെന്നായിരുന്നു ഇതുവരെയുമുള്ള നിഗമനം. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് 1976-ൽ സ്ഥാപിച്ച അതേ പൈപ്പുകളിലൂടെയാണ് ഇപ്പോഴും വേങ്ങൂരിലെ വീടുകളിലേക്ക് വെള്ളം എത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഏകദേശം 1/2 നൂറ്റാണ്ടോളം പഴക്കമുള്ള പൈപ്പുകളാണ് ഇപ്പോഴും ഈ വാട്ടർ അതോറിറ്റിയുടെ ഈ വാട്ടർ സപ്ലൈക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായ കാലപ്പഴക്കം കൊണ്ട് വന്ന തുരുമ്പെടുത്തുള്ള പൊട്ടലുകൾ പല ഭാഗങ്ങളിലും ഈ പൈപ്പുകളിൽ വന്നിട്ടുണ്ട്. ഇതിലൂടെ കാനകളിലെയും അതുപോലെ തന്നെ പറമ്പുകളിലെയും എല്ലാം മലിനജലവും ഈ കുടിവെള്ളത്തിലേക്ക് കലരുന്നുണ്ട്. ഇത്തരത്തിൽ കലർന്ന വെള്ളമാണ് ഇപ്പോൾ ഈ വേങ്ങൂരിലെ വീടുകളിലേക്ക് ഇക്കാലം അത്രയും പ്രത്യേകിച്ച് ഈ ഒരു സമീപകാലത്ത് പലപ്പോഴായി ഉണ്ടായ പൊട്ടലുകളിലൂടെ ഈ മലിനജലം കയറി വീടുകളിലേക്ക് കുടിവെള്ളം എന്ന പേരിൽ എത്തിക്കൊണ്ടിരുന്നത്. ഈ രോഗവ്യാപനം ഉണ്ടായ ഘട്ടത്തിൽ ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഏപ്രിൽ മാസത്തിലാണ്. അതിനുശേഷമുള്ള 1 മാസക്കാലത്തിനിടയ്ക്കാണ് മഞ്ഞപ്പിത്തം വ്യാപകമായ നിലയിൽ വേങ്ങൂർ പഞ്ചായത്തിനെ വിഴുങ്ങിയത്. അതിനുശേഷം ആദ്യ മരണമുണ്ടായ സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള ആരോപണം വാട്ടർ അതോറിറ്റിയുടെ എതിരെ ഉയർന്നു വന്നു. അതിനുശേഷം മരണങ്ങൾ തുടർക്കഥയായി 3 പേർക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം വേങ്ങൂരിലെ ഈ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം ഉപയോഗിച്ചതിന്റെ പേരിലുണ്ടായി. ആ ഘട്ടത്തിലാണ് ആരോഗ്യവകുപ്പ് ഉൾപ്പെടെ ഇത്തരത്തിലുള്ള വലിയ ആരോപണങ്ങളുമായി വാട്ടർ അതോറിറ്റിക്കെതിരെ രംഗത്തെത്തിയത്. ഈ സ്ഥലം MLA ഉൾപ്പെടെ ഈ വാട്ടർ അതോറിറ്റിക്കെതിരെ രംഗത്തെത്തുകയും മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും ഉൾപ്പെടെ വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കത്തയക്കുന്ന സാഹചര്യവും ഉണ്ടായി. പക്ഷേ ഈ നിമിഷം വരെ, അതായത് 3 പേരുടെ മരണമുണ്ടായി, ഇത്രയും വ്യാപക ദുരന്തം പഞ്ചായത്തിലാകെ മഞ്ഞപ്പിത്തം വിതച്ചു നിൽക്കുന്ന ഘട്ടത്തിൽ പോലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു നടപടികളിലേക്ക് കടക്കാൻ വാട്ടർ അതോറിറ്റി തയ്യാറായിട്ടില്ല. നമ്മളിപ്പോൾ ബൈറ്റിൽ കണ്ടത് വേങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശില്പ സംസാരിക്കുന്നതാണ്. പഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെ ഈ ഘട്ടം വരെയും പറഞ്ഞിരുന്നത് ക്ലോറിനേഷൻ കൃത്യമായി നടക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വ്യാപനം ഉണ്ടായതെന്നായിരുന്നു. പക്ഷേ ഈ വിവരം, അതായത് 1/2 നൂറ്റാണ്ടോളം പഴക്കമുള്ള പൈപ്പുകളാണ് ഇപ്പോഴും ഈ വാട്ടർ സപ്ലൈക്ക് ഉപയോഗിക്കുന്നത് എന്ന വിവരം ഏറെ ഞെട്ടിക്കുന്നതാണ്. സ്വാഭാവികമായും നമുക്ക് ചിന്തിക്കാം, മണ്ണിനടിയിലൂടെ പോകുന്ന
പോകുന്ന പൈപ്പാണ്. സ്വാഭാവികമായും ഇതിൽ തുരുമ്പെടുത്തേക്കാം, പല രീതിയിലുള്ള പൊട്ടലുകൾ ഉണ്ടായേക്കാം. നമ്മൾ ആ ഈ വെള്ളം എടുക്കുന്ന കുളം, വേങ്ങൂരിലെ കുളത്തിന് സമീപത്ത് നിന്നും നമ്മൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ അവിടെ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. തൊട്ടടുത്തുള്ള പറമ്പിൽ നിന്നും, അതായത് പാടത്തു നിന്നും വെള്ളം ഒരു പൈപ്പിലൂടെ വന്ന് വീഴുന്നതും ഇതേ കുളത്തിലേക്കാണ്. ഇവിടെ നിന്നും ഇത് അരിച്ച ശേഷമാണ് ഈ സപ്ലൈ നടത്തുന്ന കിണറിലേക്ക് എത്തുന്നത് എന്നാണ് വാട്ടർ അതോറിറ്റിയുടെ ചോദിക്കണം അലി അക്ബർ ഷാ. ഒരു പ്രദേശത്തെ ജനങ്ങളുടെ അലിയ ജലസ്രോതസ് നമ്മൾ കണ്ടതാണ്. അലിയ ജലസ്രോതസ്സിന് ചുറ്റും നടന്ന് റിപ്പോർട്ട് ചെയ്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ടും തിരുത്താതെ നിൽക്കുന്ന അധികൃതരുടെ മുന്നിലേക്ക് ഈ പൈപ്പ്, ഈ കാലപ്പഴക്കമുള്ള പൈപ്പ്, അതിലൂടെ മലിനജലം കയറുന്ന ഇതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിച്ചേ പറ്റൂ. കാരണം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള മനുഷ്യർ ഇതുപോലെയുള്ള മലിനജലം ഉള്ളിൽ ചെന്ന് മഞ്ഞപ്പിത്തം പിടിപെട്ട് മരിക്കുന്നത് വരെ നോക്കി നിൽക്കാൻ നമുക്ക് കഴിയില്ല. അലി ഈ വാർത്തയ്ക്ക് പിന്നാലെ തന്നെ പോകുന്നു.